ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ബിജു മേനോനായിട്ടുള്ള ഒരു സൗഹൃദം, അതായത് ഒരു ഒരു സുഹൃത്താണ്, ഒരു ഗുരുതുല്യനാണ്. ബിജു മേനോൻ ഒരുപാട് സിനിമകൾ റെഫർ ചെയ്തിട്ടുണ്ട്. ബിജു മേനോന്റെ കൂടെ പലപ്പോഴും ലൊക്കേഷനിൽ വരും, അങ്ങനെയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം പട്ടാളം കഴിഞ്ഞ ശേഷം പിന്നെയും അദ്ദേഹം കുറേ സിനിമകൾ സ്ട്രഗിൾ ചെയ്ത് എത്രയോ വർഷം, അതായത് ഒരു 2013 പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന ആ ഒരു സിനിമ സംഭവിക്കുന്നത് വരെ ശരിക്കും അദ്ദേഹം ചെറിയ റോളുകളിലും വില്ലൻ റോളുകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഒരു കുറച്ച് ക്യാരക്ടർ റോളുകളിലേക്കായാലും ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ, അതായത് കിളിബോയ് എന്ന് പറയുന്ന 2013 ഇറങ്ങിയ സിനിമയിലാണ് ആദ്യമായിട്ട് പോസ്റ്ററിൽ ഒരു മെയിൻ ഒരു മുഖം വരുന്നത് എന്ന് ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2018 നമുക്കറിയാം ജോസഫ് എന്ന് പറയുന്നൊരു സിനിമ. ആ സിനിമ എവിടെയോ എത്തി, അതായത് നാഷണൽ അവാർഡ് വരെ ജോജുവിന് കിട്ടിയൊരു സിനിമയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായിട്ട് മാറിയത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജോജുവിൻ്റെ ഒരു യാത്ര അത് നമുക്ക് ബിജു മേനോനായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ട് പറയാം. അതായത് അന്നൊക്കെ പിന്നീട് തമാശ രൂപേണൊക്കെ സിനിമകളിലൊക്കെ പറയും, അതായത് ബിജു മേനോന്റെ ഡേറ്റ് കിട്ടാതെ അടുത്തൊരു ഓപ്ഷനായിട്ട് ജോജുവിലേക്ക് പോകുന്നു എന്ന് അന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം പൊറിഞ്ചു മറിയം എന്ന് പറയുന്ന പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന സിനിമ അന്ന് ആലോചിച്ചിരുന്നപ്പോൾ ബിജു മേനോനെയും മമ്മൂട്ടീനെയും ഒക്കെ പലവരുടെ അടുത്തൊക്കെ ബിജു മേനോന്റെ അടുത്തൊക്കെ കഥ പറഞ്ഞ് ബിജു മേനോന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ കാരണം നടക്കാതെ പോയിട്ട് പിന്നീടാണ് അത് ജോർജിലേക്ക് എത്തുന്നതും ആ സിനിമ ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജോഷി സാറിനെ പോലത്തെ ഒരു സംവിധായകന്റെ ഒരു സിനിമ ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് ജോജുവിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പൊറിഞ്ചു മറിയം എന്ന് പറയുന്ന ആ ഒരു പൊറിഞ്ചു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അദ്ദേഹം തമിഴിൽ പോയി. തമിഴിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് പല സിനിമകൾ സൂര്യയുടെ സിനിമയിൽ നമുക്ക് കമൽഹാസന്റെ കൂടെ ഇന്ത്യൻ ടൂലൊക്കെ ഏതായാലും ഒരുപാട് നല്ലതല്ലേ. അത് റെട്രോ എന്ന് പറയുന്ന കാർത്തിക് സുബ്രാജിന്റെ സിനിമയിലൊക്കെ നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ള റോളാണ് സൂര്യയുടെ അച്ഛനായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്.